കഴിഞ്ഞപ്പോൾ പിന്നെ പറയണത് വ്യാസന്റെ ജനനമാണ് പറയുക. സത്യവതീ പുത്രനായിട്ട് വ്യാസൻ ജനിക്കുന്നു എന്നാണ്. ഉപരിചരവസു എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം പേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇതായി കുഴപ്പം. ഉപരിചരവസു എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം തന്റെ പത്നി ഋതുമതിയായിരിക്കുന്ന അവസരത്തിൽ പത്നി രാജാവിനോട് പറഞ്ഞു, താൻ ഋതുമതിയാണ്, ഭർത്താവിനോടൊത്ത് രമിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, കാട്ടിൽ അത്യധികമായ ക്രൂര ജന്തുക്കളുണ്ട്, പ്രജകൾക്ക് അത് ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ട് അതുങ്ങളെ പോയി നായാടിയിട്ട് വരണം എന്ന് പറഞ്ഞു. ഭാര്യയുടെ പ്രാർത്ഥന ഒരു വശത്തും പിതാവിന്റെ ആജ്ഞ വേറൊരു വശത്തും, രണ്ടും കൂടെ അദ്ദേഹത്തെ വല്ലാതെ ഉഴറ്റി. എന്തു ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ അദ്ദേഹം തീരുമാനിച്ചു, പിതാവിന്റെ വാക്കുകളെ നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭാര്യയുടെ വാക്ക് അല്ലെ ആ പ്രാർത്ഥനയെ ഒരു തൽക്കാലം ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പിതാവിന്റെ ആജ്ഞയെ പാലിക്കാം എന്ന് തീരുമാനിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി. പക്ഷെ കാട്ടിൽ ചെന്നിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടായില്ല, ഒരു സ്വാസ്ഥ്യമില്ലാത്ത അവസ്ഥയായി. എന്താ കാരണം? തന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ തന്നെ വല്ലാതെ അലട്ടി. അങ്ങനെ ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഭാര്യമാരുടെ വാക്കുകൾ വല്ലാതെ അവരെ അലട്ടും. അതുകൊണ്ട് ഭാര്യമാര് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറയാവും. എവിടെ പോയാലും അവരെ വല്ലാതെ അലട്ടുന്നതാണ്. വേറെ ആരുടെ വാക്കുകളും അത്രയും അലട്ടൂല, ഭാര്യയുടെ വാക്കുകൾ ഭർത്താക്കന്മാരെ വല്ലാതെ അലട്ടും. തിരിച്ചോ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തന്റെ ഭാര്യ പറഞ്ഞ ആ ആഗ്രഹത്തെ സാധ്യമാക്കി കൊടുക്കാൻ കഴിയാത്തതിൻ്റെതായ ഒരു വ്യഥ മനസ്സിനെ വല്ലാതെ അലട്ടി. അങ്ങനെ ഭാര്യയുടെ ആ വാക്കുകളെ ഓർത്തോർത്തിരുന്നിരുന്നിരുന്ന് അദ്ദേഹത്തിന് സ്ഖലനമുണ്ടായിരുന്നു. അങ്ങനെ സ്ഖലനമുണ്ടായപ്പോ വീര്യം പാഴാക്കി കളയാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഒരു ഇലയെടുത്ത് ഒരു കുമ്പിളുണ്ടാക്കി ആ കുമ്പിളിനകത്തേക്ക് ആ വീര്യത്തെ നിക്ഷേപിച്ചു. ഇതെങ്ങനെ ഭാര്യയുടെ അടുത്ത് എത്തിക്കും എന്നായിരുന്നു. അപ്പോഴാണ് മുകളിൽ കൂടി ഒരു പരുന്ത് പോണത്. പരുന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ ഭാര്യയുടെ കയ്യിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടുന്നാണ്. കഥയ്ക്കകത്ത് ചോദ്യമില്ല. ഇനി ഈ വീര്യം എങ്ങനെ കൊണ്ടെത്തിക്കും അതൊന്നും അവിടെ വിഷയമല്ല. എന്തായാലും പരുന്ത് ഈ വീര്യവുമായിട്ട് പറന്നുയർന്ന് അങ്ങനെ പോകവേ വഴിയിൽ മറ്റുള്ള പരുന്തുകൾ കണ്ടപ്പോ ഇതിന്റെ വായിൽ എന്തോ മാംസഖണ്ഡമാണോ എന്ന് ഓർത്തിട്ട് മറ്റുള്ള പരുന്തുകളെല്ലാം കൂടെ ആക്രമിച്ചു. വായിക്കാത്തിരുന്ന വീര്യം എന്ത് ചെയ്തു? നേരെ താഴോട്ട് പോയിട്ട് നദിയിൽ പതിച്ചു എന്നാണ്. നദിയിൽ പതിച്ചതും അവിടെ ഒരു മത്സ്യം ഉണ്ടായിരുന്നു. ഈ മത്സ്യം അതിനെ അങ്ങ് വിഴുങ്ങി. മത്സ്യം ഗർഭിണി. ആ അവിടെ ഉണ്ടായിരുന്ന ഒരു മുക്കുവൻ, അദ്ദേഹം വല വീശി മീനെ പിടിച്ചപ്പോ അതിൽ കുടുങ്ങി ഈ മത്സ്യം. കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു വിശേഷപ്പെട്ട ഒരു മത്സ്യം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ എന്തോ ഒരു പ്രത്യേക ആകർഷകത്വമുള്ള ഒരു മത്സ്യം. അതിനെ കീറി നോക്കിയപ്പോൾ അതിനകത്ത് 2 കുട്ടികൾ ഇരിക്കുന്നു, മനുഷ്യക്കുട്ടികൾ.
ഒരാണും ഒരു പെണ്ണും. അതിനെ എന്ത് ചെയ്തു? 2 കുട്ടികളെ കൊണ്ട്, അന്നത്തെ നല്ല എന്നും ഉള്ള ഒരു വിശേഷമാണ്, വിശേഷപ്പെട്ട എന്തെങ്കിലും പ്രജകൾക്ക് കിട്ടിയാൽ അത് രാജാവിനെ സമർപ്പിക്കണം എന്നൊരു വിധിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 കുട്ടികളെയും കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ രാജാവിന്റെ അരികിൽ ചെന്നു. ആൺകുട്ടിയെ രാജാവ് എടുത്തു, പെൺകുട്ടിയെ ഈ മുക്കുവന് കൊടുത്തു വിട്ടു വളർത്താനായിട്ട്. അപ്പൊ ഈ മത്സ്യത്തിനകത്തുനിന്ന് പിറന്നതായോണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു മത്സ്യത്തിന്റെ ഗന്ധമുണ്ട്. അതുകൊണ്ട് മത്സ്യഗന്ധി എന്ന് പേരിട്ടു. ആൺകുട്ടിയെ രാജാവ് വളർത്തി, അദ്ദേഹത്തിന് മാത്സ്യൻ എന്ന് പേരിട്ടു. പിന്നീടാണ് മത്സ്യരാജാവ് ഉള്ള ഒരു വിഭാഗം. അങ്ങനെ പിന്നീട് അതിൽ നിന്നാണ് മത്സ്യരാജാവിൻ്റെതായ ഒരു വിഭാഗങ്ങൾ പിന്നെ വരുന്നത്. നേരെ കുട്ടികൾ 2 വളർന്നു. ഈ ദാശൻ അല്ലെങ്കിൽ ഈ മുഖ്വൻ അദ്ദേഹം പെൺകുട്ടിയെ വളരെ ഭംഗിയായിട്ട് വളർത്തി. ഈ മത്സ്യഗന്ധമുണ്ട് എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കറുത്ത കളറായോണ്ട് കാളിന്ന് വിളിക്കാൻ തുടങ്ങി എല്ലാവരും. അതാണ് ഇതും കാളിന്ന് വിളിക്കാനുള്ള കാര്യമാണ്, കറുത്ത നിറമായതുകൊണ്ട്. പിന്നെ കാലത്തിന്റെ സ്വരൂപിണി ആയതുകൊണ്ടും കാളി എന്ന് വിളിക്കുന്നുണ്ട്. 2 വിധത്തിലാണ് കാളി എന്ന് വരുന്നത്. ശരിക്കും കാളി എന്നല്ല, കാലി എന്നാണ്. അങ്ങനെ വളർത്തി. അപ്പൊ ഒരു ദിവസം ഈ ദാശന് വേറൊരു ജോലിയും കൂടി ഉണ്ട്. അതിനിടയ്ക്ക് ആൾക്കാർ വരുമ്പോ വള്ളത്തിൽ കയറ്റി അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്ന് പാലമൊന്നുമില്ല, ഈ വള്ളത്തിലാണ് പോവുക. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ഒരു പണിയാണ്. മീൻപിടുത്തം കഴിഞ്ഞ് വന്നാൽ ഇതാണ് പണി. അതുകൊണ്ടാണ് ഉപജീവനം കഴിഞ്ഞു പോണത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ പരാശരൻ എന്ന് പറയുന്ന ഒരു മുനീശ്വരേഷൻ അവിടെ വന്നു, ഈ നദിക്ക് അക്കരെ കിടക്കാനായിട്ട്. അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം തമ്പുരാൻ വന്നാലും എഴുന്നേക്കാൻ പാടില്ല എന്നാണ്. എഴുന്നേറ്റ് പോയാൽ പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ആര് വന്നാലും ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ. നമ്മളെ കാണുന്നുണ്ട് എന്തോ ചെയ്യും? എടുത്തോണ്ട് ഒറ്റ ഓട്ടം അല്ലേ? ഇങ്ങനെയല്ലേ? ആരെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കയറും, നമ്മളെന്തോ ചെയ്യും? പാത്രത്തോടെ എടുത്തോണ്ട് അവിടുന്ന് കഴിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പാടില്ല, കഴിച്ച് തീരാ. അങ്ങനെ എഴുന്നേറ്റ് പോയാൽ പിന്നെ അന്നം കൊള്ളില്ല. അപ്പൊ അതുകൊണ്ട് മകളോട് പറഞ്ഞു, പുത്രി, അദ്ദേഹത്തെ സന്യാസിയല്ലേ, ഭയപ്പാടൊന്നും ആവശ്യമില്ല, അന്നത്തെ കാലത്തെ കാര്യമാക്കണം, അതുകൊണ്ട് അക്കരയ്ക്കൊന്ന് വിട്ടേക്കാൻ പോകും. അങ്ങനെ വള്ളത്തെ കയറ്റി പോണ പോക്കിലെ ഈ നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പോ പരാശര മുനിക്ക് എന്തെന്നില്ലാത്ത ഒരു കാമാവേശം ഈ മത്സ്യഗന്ധിയോട്. കയറി കൈക്ക് പിടിച്ചു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈക്ക് പിടിച്ചാൽ അതിനർത്ഥം അവളെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അതിനർത്ഥം. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കി എത്ര പിള്ളേർ ഓരോന്നിന്റെ കൂടെ കണ്ടില്ലേ? ഇല്ലേ? ഇന്ന് കാണുന്നതിനെയൊക്കെ നമ്മൾ എന്തോ ചെയ്യും? കയ്യെ കയറി പിടിക്കും. പണ്ട് അങ്ങനെ പിടിക്കത്തില്ല. പുടവ കൊടുത്താലും കൈക്ക് പിടിച്ചാലും രണ്ടും ഭാര്യാപദം അലങ്കരിക്കാൻ വേണ്ടിയുള്ള ക്ഷണമായിട്ട് കാണുന്ന. അതുകൊണ്ടാണ് യയാതിക്ക് അബദ്ധം പറ്റിയത്. ആരെ കല്യാണം കഴിക്കേണ്ടി വന്നു? യയാതി മഹാരാജാവ് ആരെയാ കല്യാണം കഴിച്ച? അങ്ങനെ ഒരു പുടവ് കൊടുത്ത കാരണം ദേവയാനിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ്. ദേവയാനി ആരുടെ പുത്രിയാ? ശുക്രാചാര്യന്റെ പുത്ര. ഓ, തലയ്ക്കകത്ത് കിഡ്നികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പോ അങ്ങനെ കൈക്കയറി പിടിച്ചു. അപ്പൊ പിടിച്ചോ പറഞ്ഞ അയ്യേ, അങ്ങ് എന്തായി കാണിക്കണേ? പട്ടാപ്പകല്
അതും നദിയുടെ മധ്യത്തിൽ വെച്ച് ഈ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ കൈപിടിച്ച് അങ്ങ് കാണിക്കുന്നത് ശരിയല്ല. തന്നെയല്ല, അങ്ങൊരു ഋഷിവര്യനല്ലേ, ഒരു മുനിയല്ലേ, അങ്ങ് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ ആരോടും തോന്നാത്ത എന്തോ ഒരു പ്രത്യേകത നിന്നോട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കൈക്ക് കയറി പിടിച്ചതെന്നാണ്. മത്സ്യഗന്ധി പറഞ്ഞത് ശരിയല്ല. പ്രത്യേകിച്ച് ജ്ഞാനം നേടിയ ഒരുവൻ ഒരിക്കലും ഒരു സ്ത്രീയോട് താല്പര്യം തോന്നാൻ പാടില്ലാത്തതാണ്. കാരണം അത് മായയാണെന്ന് തിരിച്ചറിയേണ്ടവനാണ്. എന്നിട്ടും അങ്ങനെ ഇത് ചെയ്യുന്നെങ്കിൽ അത് ബദ്ധമാണ്, തെറ്റാണ്. തന്നെയുമല്ല, ഞാനൊരു യുവതിയാണ്, എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള എന്നോട് ഈ രീതിയിൽ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പരാശരം വിട്ടു. കുറച്ചുകൂടെ പോയപ്പോ പിന്നെയും കയറി കൈക്ക് പിടിച്ചു. പറഞ്ഞു, എന്തൊരു കഷ്ടായത്, ഈ നാറുന്ന ശരീരമുള്ള, ഈ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഈ ശരീരത്തോട് അങ്ങേക്ക് ഇത്ര മാത്രം ആർത്തിയോ? ഇത് ശരിക്കും നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിന് എന്തോ മണാ ഉള്ളത്? നമ്മുടെയൊക്കെ ശരീരം എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇരിക്കുന്നത്? അതൊന്നും മിണ്ടുന്നില്ല. നമ്മുടെ അടുത്ത് ഒരാൾ ഇരിക്കണത് എന്തുകൊണ്ടാണ്? എന്ന് വെച്ചാൽ വലിയ നാറ്റം ഇല്ലാത്തതുകൊണ്ടല്ലേ? ആണോ അല്ലേ? അല്ലേ നമ്മൾ എന്ത് ചെയ്യും? കുളിച്ചില്ലേലും ഒരു പൂശിയ അത്യാവശ്യം വേണ്ട മണം ആയി. സത്യത്തിൽ ഈ ശരീരം എന്ന് പറഞ്ഞ സാധനം ഇത്രയും കൊള്ളുകേലാത്തൊന്നും ലോകത്ത് വേറെയില്ല. ഒരു മൊബൈൽ സെപ്റ്റിക് ടാങ്കാണ് ഈ സാധനം. അതിനെയാണ് നമ്മൾ വർണ്ണ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് കെട്ടി ലോകത്തിലേക്കും മഹത്തരമായ സംഭവമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. ഒന്നും വേണ്ട, സ്വയം നമ്മളെ ഒന്ന് വേർതിരിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് മണത്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെ? ഒരു നേരം ഒന്ന് കുളിക്കാതെ ഇരുന്നിട്ടോ നമ്മളൊന്ന് വേർത്താൽ മതി, എന്തോ മണമായിരിക്കും. മറ്റേതടിക്കുമ്പോൾ അതിന്റെ മണം കൂടെ ചേരുമ്പോൾ അയലോക്കക്കാർ പോലും വെള്ളം കുടിക്കാത്ത അവസ്ഥയാവും ഇല്ലേ? ഈ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു ശരീരത്തിന് ആ ശരീരം കൊണ്ട് കാണിക്കാത്ത പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണതാണ് ഈ ശരീരത്തിനെ വെച്ചിട്ട്? ഏതെല്ലാം വിധത്തിലുള്ള പ്രവൃത്തികളായി ശരീരത്തോട് നമ്മൾ ചെയ്യണതല്ലേ? ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യണത്. ഏതു നിമിഷവും ഉരുണ്ട് താഴെ പോവാവുന്ന ഈ സാധനം, ആ സാധനത്തെ വെച്ചുകൊണ്ട് കാണുന്നതിനെ മുഴുവൻ കാമാർത്ഥമായിരിക്കുന്ന കണ്ണുകളോടുകൂടി നോക്കി അതിനെ ആസ്വദിക്കാനുള്ള വെമ്പലോടുകൂടി ഓരോന്നിന്റെ പിന്നാലെ നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? അതൊന്നും മിണ്ടുന്നില്ലല്ലോ ആരും അല്ലേ? സത്യത്തിൽ ഈ നാറുന്ന ഈ ശരീരത്തിനോട് എന്തിനാ ഇത്ര ആർത്തി എന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. എന്തുകൊണ്ടാ അങ്ങനെ ആ ശരീരത്തിനോട് മോഹം തോന്നണത്? ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പാഞ്ഞു വിടുന്നത് കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോകുമ്പോൾ ആ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന വിഷയങ്ങളുടെ സുഖം അനുഭവിക്കുന്ന മനസ്സ് അത് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ ആദ്യം പഠിക്കണം. ആദ്യം അടക്കി വെക്കേണ്ട സാധനം ഏതാണെന്നറിയാമോ? ഏതാ? ഇന്ദ്രിയങ്ങളിൽ ആദ്യം അടക്കേണ്ട ഇന്ദ്രിയം അത് ഇന്ദ്രിയങ്ങളുടെ നായകനാണ്. ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന വസ്തു മനസ്സാണ്. ഇന്ദ്രിയങ്ങളുടെ നായകനാണ് ഇന്ദ്രൻ, അത് മനസ്സാണ്. ആ ഇന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചിൽ കൂടി കിട്ടുന്ന വിഷയങ്ങളുടെ പരമമായ സുഖത്തെ അനുഭവിക്കുന്നത് മനസ്സാണ്.
അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ആദ്യം അടക്കേണ്ട ഒരു ഇന്ദ്രിയമുണ്ട്. ഏതാ? രുക്മി ഭാഗവത്തിലേക്ക് വരുമ്പോൾ കണ്ണ്. എന്താ ആദ്യം കണ്ണിനെ അടക്കണം എന്ന് പറയാൻ കാരണം? രൂപം തരണത് കണ്ണ. എന്താ അങ്ങനെ വന്നുള്ള ഒരു കുഴപ്പം? ഈ രൂപം തരുന്നത് കണ്ണായതുകൊണ്ട് മനസ്സിൽ പതിയുന്ന രൂപം അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തില്ല. അതങ്ങനെ ഉള്ളിൽ കിടക്കും. ആ രൂപം മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ആ രൂപങ്ങളുടെ പിന്നാലെ പോകും മനസ്സ്. ഒരു ശബ്ദം കേട്ടാലോ, അല്ലെ ഒരു സ്പർശനം കൊണ്ടോ, അല്ലെ ഒരു ഗന്ധം കൊണ്ടോ, അല്ലെ ഒരു രസം കൊണ്ടോ അറിയണത് പോലെ അല്ല കണ്ണിൽ കൂടി കിട്ടുന്ന രൂപം. അത് മാഞ്ഞു പോയില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ രൂപം വരില്ലേ? അല്ലേ? എല്ലാവർക്കും വരേണ്ടത് ഒരു രൂപമാണോ? അല്ല. എന്താ കാരണം? എല്ലാവരുടെയും അച്ഛൻ ഒരാളല്ലാത്തതുകൊണ്ട് എല്ലാവരവരുടെ അച്ഛന്റെ രൂപം എന്താണോ ആ രൂപമാണ് ഓരോരുത്തരുടെയും ഉള്ളില് വരിക. സാമാന്യേന മരണം വരെ ഈ രൂപം ഉള്ളിൽ നിന്ന് പോകുമോ? ഇല്ല. എന്താ കാരണം? അതങ്ങനെ ഉള്ളിൽ പതിഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് രൂപത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാതിരിക്കാൻ ആദ്യം കണ്ണിനെ അടക്കി വെക്കണം. എങ്ങനെ അടക്കും? ഇങ്ങനെ കണ്ണടക്കാൻ പറ്റുമോ? എങ്ങനെ അടക്കുക? ക്രമേണ 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 ഇപ്പോ എന്നേക്കാൾ സുന്ദരനായ ഒരാൾ വഴി ഒരാൾ എവിടെ നിൽക്കുകയാണ്, നിങ്ങൾ ആരെയും നോക്കും? എന്നെ നോക്കുമോ ആരെയും നോക്കുമോ? എന്നേക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു ലോകത്തില്ല. ആകെപ്പാടച്ചിനെ കാണാൻ എന്നേക്കാൾ ചില കാണാൻ ഭേദമുള്ളത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നാ ഞങ്ങൾ എന്റെ പോലെ. വഴിയുന്നേ ചോദിച്ചോട്ടു, ഇത്രയും സുന്ദരൻ ആരാണോ നോക്കാൻ വരുമോ? അപ്പോ എന്നേക്കാൾ സൗന്ദര്യം ഒരാൾ വന്ന ആരെ നോക്കും? എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമോ? അങ്ങോട്ടും മിണ്ടുന്നില്ല. അങ്ങനെ നോക്കും ഇല്ലേ? ഉറപ്പാണല്ലോ. അതിന് പ്രായം വലിയൊരു ഘടകമാണോ? അല്ല. അത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. കുറെ കഴിയുമ്പോ എന്ത് പറ്റും? ആ രൂപ ഉള്ളിലങ്ങ് പതിയും ഇല്ലേ? പതിയില്ലേ? ഇതും കണ്ടേച്ച് വീട്ടോട്ട് ചെന്ന് ഭർത്താവിനെ നോക്കിയപ്പോഴോ ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? ഈ സൗന്ദര്യത്തെ, ഈ പുരുഷന്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ടിരുന്ന നമ്മള് ഉള്ളിലേക്ക് ആ സൗന്ദര്യം ആവാഹിച്ച് വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഭർത്താവിനെ നോക്കുമ്പം എന്തോ തോന്നും? ഓ ഇതെന്തോന്ന് ഇല്ലേ എന്ന് തോന്നും. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ മനസ്സെന്ന് പറയുന്നത് കണ്ണിൽ കൂടി കിട്ടുന്ന രൂപത്തെ അങ്ങനെ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ ആ രൂപം ഉള്ളിൽ നിന്ന് പോകാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് ആദ്യം അടക്കേണ്ടത് കണ്ണിനെയാണ്. അതുകൊണ്ടൊരു വസ്തുവിനെ കണ്ടാൽ ഒറ്റ നോട്ടം നോക്കി പിൻവലിക്കണം എന്നാ പറയാ. പിന്നെ നോക്കാൻ അനുവദിക്കരുത് കണ്ണിനെ. അപ്പോഴേ തിരിച്ചേക്കണം കണ്ണവിടുന്ന്. അങ്ങനെ ക്രമേണ 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 കണ്ണിനെ പിൻവലിച്ച് 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 ഏത് സൗന്ദര്യമുള്ള വസ്തു കണ്ടാലും അതിലേക്ക് കണ്ണു പോകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണം. എളുപ്പമൊന്നുമല്ലത്. ഇന്ദ്രിയ നിഗ്രഹം എളുപ്പമാണെന്നല്ലാതാണ്. ഇന്ദ്രിയ നിഗ്രഹം എളുപ്പമല്ല. കാരണം ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഈ ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളുടെ പിന്നാലെ അങ്ങനെ പോകുന്ന സാധനമാണ്. കൊണ്ടേയിരിക്കും. ആ കാണുന്നതിനെയൊക്കെ നോക്കുകയും ചെയ്യും. പുതിയതായിട്ടൊരു ഭക്ഷണം കണ്ട ഉടനെ നമ്മൾ പറയും അതും നോക്കിക്കളയാം അല്ലേ? വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്താ പറയും ഇല്ലേ? പുതിയൊരു വസ്തു അതൊന്നും നോക്കി ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലേ? എന്താണ്? നാവ്. രണ്ടാമത് നടക്കേണ്ടതാ നാവ്. നമ്മുടെ അടങ്ങുമോ? ഇപ്പൊ ഇവിടെ
ഇവിടുന്ന് നല്ല കടുക് വറക്കുന്ന ഒരു മണം വരട്ടെ, എന്തോ ചെയ്യും? ഇല്ലേ, വെക്കൂലേ? അടുത്ത മണം വരുന്നു, പപ്പടക്കാലത്ത് മണം വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങും നമ്മുടെ മനസ്സിൽ ഇനി എപ്പോഴാണോ ഇവൻ നിർത്തുകയാവോ, എന്നിട്ട് വേണം അങ്ങോട്ട് കഴിഞ്ഞിട്ട്. ഇങ്ങനെയാ. അതിന് എൻ്റെ സ്വാമിജി എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു, നാവിനെ അടക്കാനുള്ള ഒരു ഐഡിയ. ഒന്നും സെപ്പറേറ്റ് കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോ ഒരു കറി സെപ്പറേറ്റ് കഴിക്കാതിരിക്കുക. ഇദ്ദേഹമല്ല, ഭാഗവത ഉപദേശം എന്ന ഗുരുനാഥൻ സ്വാമി സച്ചിദാനന്ദ സരസ്വതി എന്ന് പറയും, കോട്ടയത്ത് മണർകാടിനടുത്ത്. സമാധിയായി 1 വർഷം കഴിഞ്ഞു, 1.5 വർഷത്തോളമായി. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ സപ്താഹത്തിന് പോകുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല. നമുക്ക് സഹിക്കത്തില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതണ്ട, അത്രയ്ക്കൊരു രീതിക്ക് കഴിക്കുക. ഈ ഷുഗറുള്ള ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ചോറൊന്നും വാങ്ങില്ല. ചില ചോറ് വാങ്ങിയിട്ട് നടുക്കൊരു കുഴിയാൻ കുത്തും. കുത്തിച്ച് ഈ അവിയലും തോരനും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം കൂടി കുഴിക്കാത്തോട്ട് ഒഴിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഞെവിടും എന്നിട്ടാ കഴിക്കാം. ആദ്യകാലത്ത് പോകുമ്പോൾ ഞാൻ പറയും, ഓ എൻ്റെ പൊന്നോ, ഇത് എന്തൊരു തീറ്റയാണോ, ആ മനുഷ്യൻ ആറയ്ക്കല്ലോ ഈ തീറ്റ ഉണ്ടാകുന്ന പറയും. എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, മാന്നടാ നിനക്കങ്ങനെ തോന്നും എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരിക്കലും കോഴിക്കോട് ഒരു സപ്താഹത്തിന് ചെന്നപ്പോ അവിടെ ഒരു അമ്മ ഇച്ചിരി തീയലുണ്ടാക്കി കൊടുത്തു ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട്. ചിലത്തിലും അങ്ങനെ ചില അമ്മമാര് നല്ല കറികൾ വേറെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. അപ്പൊ ഈ തീയലെന്ന് പറഞ്ഞാൽ പണ്ട് പറയുന്ന പോലെ കയ്യെ തോണ്ടിയാൽ അവിടെ നിൽക്കും, ചങ്ങനാശ്ശേരി കൊണ്ട് തടയൊന്നും ഇടണ്ട, അത് കയ്യെന്ന് പോയില്ല. അങ്ങനത്തെ തീയല കഴിച്ചപ്പോ അന്യായ ടേസ്റ്റ്, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ടേസ്റ്റ്, അതുപോലത്തെ ഒരു ടേസ്റ്റ്. ഈ സാമ്പാർ ഒഴിച്ചിട്ട് അവരുടെ സാമ്പാർ വടക്കോട്ടി എന്നാൽ അവരുടെ സാമ്പാർ ഒരു പ്രത്യേകത, നമ്മുടെ സാമ്പാർ വരുന്നല്ലോ വേറൊരു ടേസ്റ്റാണ്. അപ്പൊ അതൊഴിച്ച് ശകലം ഒഴിച്ച് കഴിച്ചു ബാക്കി ഞാൻ ഈ തീയൽ മാത്രം ഇട്ട് ചോറുണ്ടാൻ തുടങ്ങി. അപ്പൊ തീയൽ വന്നപ്പോ രണ്ടാമത് ഞാൻ പറഞ്ഞു, അമ്മ ഇച്ചിരി തീയലോട് കേട്ടേന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് ഒറ്റ ചാട്ടില്, നീ മേടിച്ചു പോരുത്, നീ തീയൽ എന്തിനാണ് തീയൽ തിന്നുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടെന്നതിന് ഇപ്പൊ ഞാൻ തീയലൊടിക്കുക സ്വാമിക്ക് തോന്നി. അത്രയ്ക്ക് ഒരു ആത്മബന്ധത്തിലാണ് ഞങ്ങൾ. ഗുരുവും ശിഷ്യനും ആണെങ്കിൽ പോലും ഒരു ആത്മബന്ധമല്ലാത്ത, എന്തും തുറന്നു പറയാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാനും ഒക്കെ ഉണ്ട ഒരു സാഹചര്യം. അപ്പോ പറഞ്ഞു, അമ്മ അവനിനി തീയൽ കൊടുക്കണ്ട കേട്ടോ. സ്വാമിക്ക് എന്നാ സ്വാമി, ഞാൻ പോയി തീയൽ കൊടുത്തു, സ്വാമിക്ക് കൊടുത്തു വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴോട് ചോദിച്ചടാ, നീ ഇന്നലെ എന്തോ എന്നോട് പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? ഞാൻ തിന്നുന്നേ കണ്ട നിനക്ക് അറയ്ക്കുമല്ലേ, നീ ഇപ്പൊ എന്തിനാണ് രണ്ടാമത് തീയൽ ചോദിച്ചേ? ഞാൻ പറയും, നല്ല തീയൽ, അത് മതി, ചോറിനോ വേറെ കറിയൊന്നും വേണ്ട, അതുകൊണ്ട് രണ്ടാമത് ഞാൻ തീയൽ ചോദിച്ചത്. ആ ഇതാണോ നിന്റെയൊക്കെ കുഴപ്പം? എന്തോ കുഴപ്പം എന്തോ? എടാ നീയൊക്കെ നാവിന്റെ രുചി അറിഞ്ഞു പോകുന്നത് കൊണ്ടാ നിനക്കൊന്നും പറ്റാത്ത. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ച് തിന്നുന്നത് ഇടാൻ? ഏതിനെങ്കിലും ഉപ്പുണ്ടോന്നോ പുളിയുണ്ടോന്നോ എരിവുണ്ടോന്നോ എന്തിനെങ്കിലും അറിയാൻ പറ്റുമോ? അല്ലേ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമോ? നീ ഇപ്പൊ തീയലിന്റെ ടേസ്റ്റ് അറിഞ്ഞത് കൊണ്ടല്ലേ നീ രണ്ടാമത് ചോദിച്ചു മേടിക്കണേ? ഞാനിതെല്ലാം കൂടെ എട്ടിളക്കി കഴിഞ്ഞപ്പോ എനിക്ക് എന്തിന്റെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് അവന് അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷണത്തിന്റെയും ടേസ്റ്റ് പ്രത്യേകം അറിയാൻ പാടില്ല. അങ്ങനെ മാത്രമേ നാവിനെ അടക്കാൻ പറ്റൂ. ഞാൻ പൂർണ്ണമായിട്ടും അത്ര ഒരു ഇതിലോട്ട് വരാത്തതുകൊണ്ട് ആദ്യം എല്ലാത്തിന്റെയും ടേസ്റ്റ് അറിയും, പിന്നെ ലാസ്റ്റ് മോരൊഴിച്ച് എല്ലാം കൂടി ഒരു കിളക്കി കഴിക്കും. അപ്പൊ പിന്നെ എല്ലാത്തിന്റെയും ടേസ്റ്റ് നാവിനെ നോക്കുള്ളൂ. അങ്ങനെ ഓരോ തരത്തിൽ ഓരോരോ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി നിൽക്കണം. എങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? മനസ്സ് വീണ്ടും 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 ഈ ഇന്ദ്രിയങ്ങളുടെ ഈ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകാനായിട്ട് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കും. ഇന്ദ്രിയങ്ങൾ അടക്കാത്തിടത്തോളം കാലം മനസ്സടങ്ങില്ല. മനസ്സടങ്ങാത്തിടത്തോളം കാലം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാനും പറ്റില്ല. കാരണം മനസ്സ് കലുഷിതമായി ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് അതിൽ കൂടി നമുക്ക് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെല്ലാം അതിൽ നിന്നുണ്ടാവും. ഇന്ദ്രിയങ്ങൾ അടങ്ങിയില്ലെങ്കിൽ
നമുക്കിപ്പോ ഓരോന്നും കാണുമ്പം വേണം 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 തോന്നുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ അടങ്ങാത്തതുകൊണ്ടാ, മനസ്സടങ്ങാത്തതുകൊണ്ടാ. അതുകൊണ്ടാ ആഗ്രഹങ്ങളെ അത്ര പെട്ടെന്നൊന്നും അടക്കി വെക്കാനോ അല്ലെങ്കിൽ മനസ്സിനെ പെട്ടെന്ന് നിയന്ത്രിക്കാനോ സാധ്യമാവില്ല. മനസ്സിനെ ചിത്രീകരിക്കുന്നത് തന്നെ വികൃതിയായ കുട്ടിക്കുരങ്ങനോടാ. ഒരു വികൃതിയായ കുട്ടിക്കുരങ്ങൻ മദ്യം സേവിച്ചിരിക്കുമ്പോൾ അവനെ ഒരു കരിന്തലൂടെ കുത്തിയാൽ എന്താണോ അവന്റെ അവസ്ഥ, അതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. മനസ്സെന്ന് പറയണത് അങ്ങനെ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. വികൃതമായ ചിന്തകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മനസ്സിലാണ്. ജപിക്കാനിരിക്കാറില്ലേ? നാമം ജപിക്കാനിരിക്കാറില്ലേ? ഉണ്ടോ? ഈ നാമജപം കഴിഞ്ഞ് കണ്ണടച്ചിരിക്കാറുണ്ടോ? ഇച്ചിരി നേരമെങ്കിലും ഉണ്ടോ? കണ്ണടച്ചിരുന്ന് വായിക്കും. ഈ വായിച്ചോണ്ടിരിക്കുന്നതിനിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉള്ളിൽ കൂടി കടന്നുപോയി നാമം അല്ലാതെ പോവില്ലേ? എന്താ കാര്യം? ഈ വിഷയങ്ങളെ ഇങ്ങനെ പ്രാപ്തമാക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇനി നാമം ജപിക്കുമ്പോൾ ഒച്ചത്തിൽ ജപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വരുന്നില്ല എന്ന് വരിക. അതിൻ്റെ മനസ്സിനെ അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കണ്ണു അടച്ചിരുന്ന ഏതെങ്കിലും ഒരു മന്ത്രം മനസ്സ് ജപിക്കും. ഒരു 8 or 10 തവണ ചിലപ്പം ആ മന്ത്രത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് ജപിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സർവ വേണ്ടാത്തത് ഇവിടെ കയറി വരും, മനസ്സിൽ കയറി വരും. എന്താ കാരണം? ഈ ഇന്ദ്രിയങ്ങൾ പുറമേ ഓടി നടന്ന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് വയ്ക്കുന്നതിന്റെ കുഴപ്പം. അതുകൊണ്ട് ആ മനസ്സിറങ്ങാതിരിക്കാത്ത വിഷയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും മനസ്സ് പോകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ വിടാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു ഉപാധി. അതുകൊണ്ട് ആ വാനപ്രസ്ഥനായിട്ട് പോകുമ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥം കഴിഞ്ഞ് വേണം സന്യാസം എടുക്കാന്ന് പറഞ്ഞാൽ ഈ വാനപ്രസ്ഥനായിട്ട് പോകുന്നത് ഇന്ദ്രിയങ്ങൾ അടങ്ങി എന്ന് ഉറപ്പുവരുത്താനാണ്. അതിനാ വീട് വിട്ടു പൊക്കോണം എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോവാൻ, നമുക്ക് മമത്വം ഉണ്ടാക്കുന്ന ഒന്നിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോവാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹം ചെയ്തവനായിട്ട് പോലും പരാശരമുനിക്ക് എന്ത് തോന്നി? സതീ പറയുന്ന ഈ മത്സ്യഗന്ധിയോട് മോഹം തോന്നിയത്. അപ്പം എന്ത് വന്നാലും ശരി എനിക്ക് ആഗ്രഹം സാധിച്ചേ മതിയാവൂ എന്ന് പരാശരൻ പറഞ്ഞു. പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ സമാനപ്പെടാം. ഇത് പകലാണ്. പകല് സ്ത്രീ സംഘം പാടില്ല എന്നാണ്. അതുകൊണ്ട് സന്ധ്യയാവുന്നവരെ ഒന്ന് അടങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ പരാശരൻ അതും പറ്റിയില്ല. അദ്ദേഹം വേഗം തന്നെ മറ്റുള്ളവർ ആൾക്കാർ കാണാതിരിക്കാൻ അവിടെ മഞ്ഞുകൊണ്ടൊരു മറ സൃഷ്ടിച്ചു എന്നാണ്. കുറഞ്ഞൊക്കെ കഴിവുള്ളവരാ. മഞ്ഞുകൊണ്ടൊരു മറ സൃഷ്ടിച്ചു. ആ മറവിൽ നിന്നുകൊണ്ട് സത്യവതിയെ ഭോഗിച്ചു എന്നാണ്. അപ്പൊ ഭോഗിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, ഞാനൊരു കന്യകയാണ്, വിവാഹിതയല്ല, അങ്ങ് ഭോഗിച്ചു പോവും. ഞാൻ ഗർഭവതിയായാൽ എൻ്റെ അച്ഛനോട് ഞാൻ എന്ത് ചെന്ന് സമാധാനം പറയും? മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കല്ലേ ഒരു ജീവിതം ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയാ? അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, നിന്റെ കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ നിനക്കൊരു പുത്രനുണ്ടാവുന്ന. തന്നെയല്ല, നിന്റെ ഈ മത്സ്യഗന്ധം മാറി സുഗന്ധം കസ്തൂരി ഗന്ധവും ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ പരാശര മുനിയില് ഈ മത്സ്യകന്യയ്ക്ക് പിന്നീട് ആ പേര് വരുന്നതാണ് സത്യവതി എന്നൊക്കെ പേര് വരുന്നത്. പിന്നീട് ഉണ്ടായ പുത്രനാണ് വ്യാസൻ. അത് ആ ദ്വീപിൽ വെച്ചുണ്ടായത് കൊണ്ട് ദ്വൈപായനൻ എന്നും, കൃഷ്ണവർണമായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്നും, പിന്നീട് വേദത്തെ 4 വ്യസിച്ചത് കൊണ്ട് വേദവ്യാസൻ എന്നുമൊക്കെ പേര് വന്നതാണ്. ഈ കഥ കേട്ടാൽ നമുക്ക് എന്തോ തോന്നും? നമ്മുടെ സ്വാമിമാരൊക്കെ
അല്ലേ ഇല്ല, ഇത്രയും വലിയ തപസ്വിയായിട്ടുള്ള ഒരാള് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ മോഹം തോന്നി പട്ടാപ്പകൽ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വാമിമാർക്ക് ഇത് പറ്റിയതാണോ? നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമല്ലേ അത്? അതൊന്നും വേണ്ടെന്നില്ല. ആണോ അല്ലയോ? ഒരു സ്ത്രീയുടെ അനുവാദം കൂടാതെ അവിടെ ശരീരത്ത് തൊടാൻ പോലും പാടില്ലെന്നാണ് നമ്മുടെ സംസ്കാരം. ഇപ്പോഴത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്ത്. ഇപ്പൊ പിന്നെ ആർക്ക് എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും ആവാന്നുള്ള കാലത്തിലേക്ക് വന്നു. ഇപ്പൊ പിന്നെ നിയമമുണ്ട്, ആരോടെ വേണേലും പിള്ളേരുണ്ടേലും കുഴപ്പമില്ല, 3 ഭർത്താക്കന്മാരുണ്ടേലും കുഴപ്പമില്ല, 3 ഭാര്യമാരുണ്ടേലും കുഴപ്പമില്ല. പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആരുടെ കൂടെ വേണേലും ജീവിക്കാൻ നിയമം വരെ ഉണ്ട് ഇപ്പം. അത് പിന്നെ പോട്ടെ. ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഇത് ഈ നിയമം പിന്നെ പ്രഖ്യാപിച്ച ജഡ്ജി വീട്ടിലെങ്ങനെയാണെന്നല്ലോ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്ന് പറയാറുണ്ട് ഞാൻ. പെണ്ണുപിള്ള പരിസരത്ത് പോലും കേട്ടൂല. കേട്ടുവോ? ഉണ്ടാവില്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ നിയമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഋഷിവര്യന്മാരെല്ലാം ഈ സ്ത്രീകളെ കണ്ട കാമാർത്ഥരാണ് എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ടാവും. സത്യത്തിൽ എന്താ ഇതിന്റെ അർത്ഥം, അല്ലെ എന്താ അതിന്റെ പൊരുള്? പരാശരൻ എന്ന് പറഞ്ഞാൽ ആരാ? പരനിലേക്ക് ശരം അയച്ചവനാണ്. ആരാ പരൻ? ഈശ്വരൻ. ഈശ്വരത്വത്തിലേക്ക് ശരം അയക്കാം. ശരം ഏതാ? ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാകുന്ന ശരം അയച്ചു. അപ്പൊ അവിടെ എന്താ ഒരു പ്രശ്നം? ഈ മത്സ്യഗന്ധമാണ് ഒരു പ്രശ്നം. അവിടെ മത്സ്യഗന്ധമുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഇവിടെ വിശദീകരിക്കുന്നത് ഒന്നുകിൽ മായയുമായി ബന്ധപ്പെടുത്തും, അതല്ലെങ്കിൽ ബുദ്ധിയുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് ഇവിടെ ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയുള്ള ബുദ്ധിയാ? മത്സ്യഗന്ധമുള്ള ബുദ്ധി. മത്സ്യഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല മണമാണോ മോശം മണമാണോ? പാവങ്ങൾ അതിന്റെ ബന്ധം എന്താണെന്ന് പോലും അറിയത്തില്ല. നല്ല മണമാണോ മത്സ്യത്തിന്റെ? അല്ല, ദുർഗന്ധമാണ്. അപ്പം പിന്നെ അവിടെ പിന്നെ ദുർഗന്ധമുള്ള ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താ ബുദ്ധിയായി? ദുർബുദ്ധിയായി, ഇല്ലേ? അല്ലേ? അപ്പൊ ആ ദുർബുദ്ധി പരാശരനോട് ചേരുവോ? ചേരത്തില്ല. അപ്പൊ എന്ത് വേണം? അതിനെ സദ്ബുദ്ധിയാകണം. അതാണ് പിന്നീട് എന്താക്കി മാറ്റിയത്? സുഗന്ധപൂരിതമാക്കി മാറ്റിയത്. പിന്നെ എന്ത് പേരും കൊടുത്തു? സത്യവതി എന്ന് പേരും കൊടുത്തു. സത്യവതി എന്ന് പറഞ്ഞ ആരാ? സത്യത്തെ അറിഞ്ഞവളാണ്, സത്യത്തെ വരിച്ചവളാണ്. സതി എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? ആരുടെ പുത്രിയാ? ദക്ഷന്റെ പുത്രി. ആരെയാ പ്രാപിച്ചേ? രുദ്രനെയാണ് പ്രാപിച്ചത്. അപ്പൊ അവിടെ സതി എന്ന് പറഞ്ഞ ആരാ? സത്യം അറിഞ്ഞവളാണ്. സത്യം എന്ന് പറഞ്ഞ ആരാ? അത് പണ്ടത്തെ സിനിമയുടെ അല്ലയോ സ്വാമി? അല്ലേ? സത്യം എന്ന് പറഞ്ഞാൽ ആരാ? സത്യത്തെ അറിഞ്ഞവനാണ്. ആ യാഥാർത്ഥ്യമായിരിക്കുന്ന പൊരുളിനെ, ആ സത്യത്തെ അറിഞ്ഞവനാണ് സത്യൻ. പേരിടുമ്പോ വളരെ ശ്രദ്ധിക്കണം. എന്താ പേര്? ആനന്ദവല്ലി ഇരിപ്പോ. കമലാച്ചി എന്നാ പേര്. കണ്ണ് രണ്ടും എങ്ങോട്ടായിരിക്കുന്നേ? അപ്പുറത്തെ ഇപ്പുറത്തെ മതിലിലോട്ടാ, അല്ലേ? പേരിന് ഭയങ്കര ഇതുണ്ട്. അപ്പൊ ചോദിക്കും, വിശ്വനാഥൻ എന്ന് പേരിട്ടിട്ട് ഇയാളെന്താണ് ലോകനാഥനാണോ? അല്ല. എന്നാലും ഇപ്പൊ ഏതാണ്ടൊക്കെ ആ ഒരു പരുവത്തിലേക്കൊക്കെ ഇല്ലേ വരുന്നുണ്ട്. ഇപ്പൊ പലയിടങ്ങളിലും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അത് നിങ്ങളെങ്ങനെ അറിയുന്നല്ലേ? പോട്ടെ. അപ്പൊ ഇവിടെ സത്യമതി എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിഞ്ഞവൾ. അപ്പൊ സത്യത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? ആരോടൊപ്പം ചേരണം? പരാശരനോടൊപ്പം ചേരണം. ഈശ്വരനിലേക്ക് ലക്ഷ്യത്തെ വെച്ചവനോടുകൂടി ചേരുമ്പോൾ മാത്രമേ സത്യത്തെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യത്തെ അറിഞ്ഞാൽ എന്താ ഗുണം? ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പൊ ഇവിടെ വന്നു തൊഴുതു. പനച്ചിക്കാവിലമ്മ നിങ്ങളുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു.
വെക്കുക. കണ്ടു, നമുക്ക് എന്താ പറ്റും? പിന്നെ നമ്മളെവിടെ നോക്കിയാൽ മതി? നമ്മളെവിടെ നോക്കിയാൽ മതി? ICU നോക്കിയാൽ മതി. കാരണം നമ്മളിങ്ങനൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പോഴേ പണ്ടേ ബോധമില്ല, ഉള്ള ബോധം അപ്പം പോയി. ആ പോട്ടെ, ഇനി ബോധമൊന്നും പോയില്ല, കണ്ടു, തൊഴുതു, അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ട്? കേട്ടില്ല? അല്ല, വിളിച്ചാ വിളി പുറത്താണോ അകത്താണോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇവിടെ വന്ന് തൊഴുതു ദീപാരാധനയ്ക്ക് നട തുറന്നപ്പം ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ സാധാരണ ഒരു മനുഷ്യ രൂപത്തിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ മുമ്പിൽ എന്ന് വെക്കുക. നമ്മൾ കണ്ടു, ഭഗവതിയെ കണ്ടു, തൊഴുതു, അതുകൊണ്ട് നമുക്ക് വല്ല നേട്ടമുണ്ടോ എന്ന് എന്റെ ചോദ്യം. ആ യോഗമൊക്കെ അവിടെ നിൽക്കട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് വല്ല നേട്ടമുണ്ടോ എന്ന് എന്റെ ചോദ്യം. അത് ഉടനെ ഒന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. അങ്ങനെ കണ്ടത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്താ കാര്യം? അതിനെ വേണ്ട വണ്ണം നമുക്ക് സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് കണ്ടാൽ എന്താ ഗുണം വേണ്ടത്? ഇപ്പൊ ഭഗവതിയെ നമ്മൾ ഇവിടെ കണ്ടാൽ അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ട ഗുണം എന്താ ശരിക്കും? കണ്ണടച്ചാൽ ആ രൂപം ഉള്ളിൽ കാണാൻ കഴിയണം, ഒന്ന്. രണ്ടാമത്, അതിന്റെ ആനന്ദ അനുഭൂതി നിരന്തരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം, വേണ്ടേ? കൽക്കണ്ടം നിന്നാൽ മധുരം എപ്പോഴും നാവിൽ നിൽക്കുവോ? ഇല്ല. അടുത്ത രസം എന്താണോ നാവിൽ വരുന്നത് അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നമ്മൾ ഭഗവതിയുടെ രൂപത്തെ സാധാരണ നിലയിൽ ഒരു മനുഷ്യരൂപമായിട്ട് കണ്ട് തൊഴുതു പോയത് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല. അതിനെങ്ങനെയാ ഗുണപ്പെടുത്തുക? അത് ഏത് സമയത്തും നമുക്കത് അനുഭവവേദ്യമാവുന്ന വിധത്തിലേക്ക് നമ്മുടെ ഉള്ളില് തിളങ്ങി നിൽക്കണം. അപ്പോഴാണ് അതിന്റെ ഗുണഫലം നമുക്കുണ്ടാകുക. ഇനി അത് തെളിഞ്ഞു നിന്നാൽ മാത്രം പോരാ, ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും അതിന്റെ ആനന്ദ അനുഭൂതിയെ അനുഭവിക്കാനും നമുക്ക് സാധിക്കും. അപ്പോ ഈശ്വരത്വത്തെ അറിയാൻ ആഗ്രഹമുള്ള ഒരുവനെ സംബന്ധിച്ച് ആ പരമ്പൊരുളിലേക്ക് അല്ലെ ആ സത്യത്തിലേക്ക് ലക്ഷ്യമിട്ട് ഏതൊരുവനാണോ പോകുന്നത്, ഇപ്പൊ ഇനി അത്രയും കളിപ്പിച്ച കൂടെ വേണ്ട, എളുപ്പം മനസ്സിലാക്കി തരാം, ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ചങ്ങനാശ്ശേരി നിൽക്കുക, നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? തിരുവനന്തപുരത്തിന് പോകണം. പക്ഷെ എന്താ കുഴപ്പം? വഴി അറിയത്തില്ല. അപ്പോഴാണ് ഞാൻ അതുവഴി വരുന്നത്. എന്നെ നേരത്തെ അറിയാം, നിങ്ങളെ എനിക്കറിയാം. ഞാൻ എവിടെ പോന്ന്? തിരുവനന്തപുരം വരെ പോവാ. പിന്നെന്താ നിൽക്കുന്നത്? വഴി അറിയാൻ നിൽക്കുക. അന്നൊക്കെ ആയിരിക്കും എന്റെ കാലയിലോട്ട്. ഞാൻ എങ്ങോട്ട് പോവാ? തിരുവനന്തപുരത്തിന് പോവാ. നിങ്ങൾ എന്റെ കാറിൽ കയറുവോ അതോ അവിടെ നിൽക്കുവോ? കാറൊക്കെ കയറും. എന്താ കാരണം? വഴി അറിയാവുന്ന ഒരുത്തൻ എങ്ങോട്ട് പോകുന്നുണ്ട്? തിരുവനന്തപുരം. അപ്പൊ വഴി അറിയാൻ വയ്യാത്ത ഞാൻ ഇവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എനിക്ക് തിരുവനന്തപുരത്ത് എത്തിപ്പെടാനുള്ള വഴികാട്ടിയായിട്ട് ആരുണ്ട് കൂടെ? ഇന്ന ആളുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വണ്ടിയൊക്കെ. ഇത്രയേ ഉള്ളു കാര്യം. ഈശ്വരനെ അറിഞ്ഞ് അനുഭവിച്ച് ഒരുവനോടൊപ്പം ചേരുമ്പോൾ മാത്രമേ ആ ഈശ്വരത്വത്തെ അറിയാൻ പറ്റൂ. അപ്പൊ ഇവിടെ പരനാകുന്ന ഈശ്വരങ്കലേക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുവനോടൊപ്പം യാത്ര ചെയ്യാൻ എന്തുകൂടി വേണം? സത്വബുദ്ധി കൂടി വേണം. ബുദ്ധി കെട്ടാൽ എവിടെ ചെല്ലാൻ പറ്റില്ല. പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമാവില്ല. അപ്പൊ സത്വബുദ്ധി കൂടി ചേരുമ്പോൾ ലക്ഷ്യം പരമമായിരിക്കുന്ന ഈശ്വരങ്കലേക്ക് ഉള്ള ഒരുവന്റെ ബുദ്ധി സത്വബുദ്ധിയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടമാണ് ഏത്?
വ്യാസൻ. എന്ന് വെച്ചാൽ ഈശ്വരനിലേക്ക് ലയിക്കാൻ കഴിഞ്ഞാൽ, അല്ലെ ഈശ്വരത്വത്തെ അറിയാൻ സാധിച്ചാൽ, അവന്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തെ അറിയാൻ സാധിച്ചാൽ അവൻ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അപാരമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഉറവിടമായിട്ട് അവൻ, ഈ ജ്ഞാനം എന്തിനുള്ളതാ? മറ്റുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കാനുള്ളതാ. എന്തിന്? അതുകൊണ്ട് അറിയണ്ടേ, വെറുതെ ഉപദേശിച്ചിട്ട് പോയാൽ മാത്രം മതിയോ? ഇപ്പൊ ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരണേ? എങ്ങനെയാ നന്മ ഉണ്ടാവുക? ഞാനിത് പറയുന്നത് കേട്ടാ ഉടനെ നന്മ കിട്ടുമോ? കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളെ തൻ്റെതായ ജീവിതത്തിലേക്ക് പകർത്തി ആ ജീവിതത്തിന് അത് ഗുണകരമാക്കി മാറ്റുന്ന ഒരവസ്ഥ വരുമ്പോ അതിൽ കൂടി എനിക്കെന്തുണ്ടാവും? നേട്ടം ഉണ്ടാവും. അപ്പൊ ആ നേട്ടത്തെ കൈവരിക്കണമെങ്കിൽ കേട്ടാൽ മാത്രം പോരാ, അതിനെ മനസ്സിലാക്കി മനനം ചെയ്തത് നല്ലതാണെന്ന് തോന്നിയാൽ അതിനെ തന്റെ ജീവിതത്തിലേക്ക് പകർത്തി അത് തനിക്ക് അനുഭവവേദ്യമാക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ ജീവിതത്തിന് തന്നെ ഒരു ഗതിമാറ്റം. ഇപ്പൊ നമ്മുടെ ഒന്നും ഗതി മാറാത്ത എന്താ മാറാത്ത? നമ്മളെല്ലാം കേട്ട് കളയുക. എന്നിട്ട് ഞാൻ പറയാറുണ്ട്, ആരും ഭാഗവതം കേൾക്കാൻ വേണ്ടി വരണ്ടെന്ന് പറയാറുണ്ട്. എന്താ കാരണം? ഇത് കേൾക്കാനുള്ളതല്ല. എവിടെ പോന്ന്? പരച്ചിക്കാവി നവാഹ നടക്കുന്ന കേട്ട് കളയാന്ന് വിചാരിച്ചു പോവാ. കേട്ട് കളയാന്ന് വിചാരിച്ചു പോവാ. ഇപ്പൊ ഇവിടെ കേട്ടു, അവിടെ ചെന്നിരിക്കുമ്പം പകുതി പോവും. അവിടെ ഇറങ്ങി കഴിയുമ്പോ ബാക്കി പോവും. എന്താ പറയുന്നത്? ഉച്ചയ്ക്ക് പറഞ്ഞ് കഴിഞ്ഞു. എന്താ കാരണം? നമ്മൾ ഇതിനൊന്നും വേണ്ട വണ്ണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്. കൊണ്ട് കേൾക്കാനല്ല, ഹൃദിസ്ഥമാക്കേണ്ടതാണ് ഇതെല്ലാം. എന്താ ഹൃദിസ്ഥമാക്കിയുള്ള ഗുണം? ഹൃദിസ്ഥമാക്കണതൊന്നും ഉള്ളിൽ നിന്ന് പോകത്തില്ല, കേൾക്കണതൊക്കെ മറന്നുപോകും. ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുന്ന ഒന്നും വിട്ടുപോയില്ല. ആയിക്കൊണ്ട് വിളമ്പിക്കോ. അപ്പോ അവിടെ പരാശരൻ സത്യവതിയുമായി സംയോഗം ചെയ്ത് അവിടെ വ്യാസൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ കാമാർത്ഥമാകുന്ന മനസ്സല്ല അവിടെ. ആ ഈശ്വരത്വത്തിലേക്കുള്ള ബുദ്ധിയെ നയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വ്യാസൻ എന്തുകൊണ്ട് പറഞ്ഞ. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട കഥയുടെ പുറത്തൂടെ പോയാൽ നമുക്ക് വല്ലാതൊക്കെ തോന്നും, നമ്മുടെ മുനിമാരൊക്കെ ഇത്തരത്തിൽപ്പെട്ടവരാണോ എന്നൊക്കെ തോന്നും. പിന്നെ വേറൊരിത് പറയാറുണ്ട്, ചില ഋഷിവര്യന്മാര് ചില മുഹൂർത്തത്തെ എത്തുമ്പോ യോഗ്യരായ സ്ത്രീകളിൽ പുത്രന്മാരെ അല്ലെ പുത്രിമാരെ ഉത്പാദിപ്പിക്കാറുണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി എന്ന് പറയേണ്ടത് ഗ്രഹത്തിന്റെയൊക്കെ ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ്. ആ മുഹൂർത്തം ശ്രേഷ്ഠമായതാണെങ്കിൽ ആ സമയത്ത് തന്റെ മുൻപിൽ യോഗ്യയായ ഒരു സ്ത്രീ ഉണ്ട് എങ്കിൽ അതില് എന്ത് ചെയ്യും? ലോക നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള സന്തതികളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് ഒരു എന്താ പറയാ, അധർമ്മമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ലോക നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള സന്തതികളെയാണ് അവിടെ സൃഷ്ടിക്കുക. അപ്പൊ അങ്ങനെയാണ് വ്യാസന്റെ ജനനം. പിന്നീടാണ് വ്യാസൻ എന്ത് ചെയ്യുന്നത്? എത്ര മക്കളുണ്ട് വ്യാസൻ? എത്ര മക്കള്? 5. വ്യാസൻ എത്ര മക്കള്? അതൊന്നും ഞാൻ ചോദിച്ചില്ല. വ്യാസൻ എത്ര മക്കള്?
3, 4, 5 നീ കൂടുവോ? ഇതിനകത്ത് ഉറപ്പിക്കാം. 4 ഉറപ്പിക്കാം. ഏതൊക്കെയാ? പാണ്ഡു, ധൃതരാഷ്ട്രന്, വിതുരന്. വിതുരനില്ലേ? ആർക്കുണ്ടായതാ? വ്യാസനുണ്ടായതാ. പിന്നെ ശുഗൻ. ഇങ്ങനെ 4 മക്കളാണ്. ഈ 4 മക്കൾ ഏതിന്റെ പ്രതീകമാണെന്ന് അറിയാമോ? വ്യാസൻ മഹാഭാരതം എഴുതി വെച്ചത് ഈ 4 മക്കളെ പ്രതിനിധീകരിച്ച അല്ല, ചതുർവിധ പുരുഷാർത്ഥത്തിന്റെ 4 ഭാഗങ്ങളാണ്. അർത്ഥത്തിന്റെ ധൃതരാഷ്ട്രവും, കാമത്തിന്റെ പാണ്ഡുവും, ധർമ്മത്തിന്റെ വിതുരരും, മോക്ഷത്തിന്റെ ശുഗനും. അർത്ഥത്തിനോടായിരുന്നു ആർക്ക് താല്പര്യം? ധൃതരാഷ്ട്രർക്ക്. അന്ധനാണെങ്കിലും മക്കളുടെ ഇതിന് അനുകൂലമായി നിന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിന്നത്? അർത്ഥത്തിന് വേണ്ടിയാണ്. കാരണം രാജ്യം എന്ന് പറയുന്നത് അർത്ഥത്തിന്റെ ഭാഗ. രാജ്യം ഉണ്ടെങ്കിൽ എന്ത് നേടാൻ പറ്റുള്ളൂ? അർത്ഥം നേടാൻ പറ്റുള്ളൂ. മക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിന്ന് എന്തുകൊണ്ടാ? ഈ അർത്ഥത്തിനോടുള്ള മോഹം കൊണ്ടാ. പാണ്ഡു എങ്ങനെയാ പോയേ? കാമം കൊണ്ട് പോയതാ. കാമം ഇല്ലാതാക്കിയത് ആരെ? പാണ്ഡുവിനെ. ശാപമുണ്ടായിരുന്നു തനിക്ക് സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ മരണമുണ്ടാവുമെന്ന്. അത് അറിഞ്ഞിട്ടും എന്തു പറ്റി? കാമം അടക്കാൻ കഴിയാത്തതുകൊണ്ട് മാന്ത്രികമായിട്ട് ചേർന്നപ്പോ തല പൊട്ടിത്തെറിച്ച് ആരെത്തു? പാണ്ഡു എത്തു. അപ്പൊ 2 കാര്യം ഓർത്തോണം. അർത്ഥമുണ്ടായാൽ എന്തുണ്ടാവും? നാശമുണ്ടാവും. കാമം കൂടുതലായാലും